ഇന്ന് നമുക്ക് ആങ്കർ ടൈൽസ് എന്നൊരു തമിഴ് വെബ് സീരീസിന്റെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, നായികയായ പൂജ അവളൊരു നോൺ വെജ് കഴിക്കുന്ന ആളാണ്. എന്നാൽ അവളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് വെജിറ്റേറിയൻ കഴിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക്. പൂജയ്ക്ക് ഇഷ്ടമുള്ള ഒന്നും തന്നെ കഴിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവൾക്കില്ല. എന്നാലും അവൾ കഷ്ടപ്പെട്ടാണ് അവിടെ ജീവിക്കുന്നതും. സ്ഥിരമായി നോൺ വെജ് കഴിച്ചുകൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് വെജിറ്റേറിയൻ ആകുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ. അവളുടെ ആരോഗ്യത്തെ തന്നെ അത് ബാധിച്ചു തുടങ്ങി. ആരോഗ്യത്തെ മാത്രമല്ല, മാനസികമായും അവളെ അത് ബാധിക്കുവാനായും തുടങ്ങി. ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾക്കായിരുന്നു ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നത്. നമുക്കിഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. നമ്മൾ കഴിക്കുന്ന പാത്രത്തിൽ എന്തൊക്കെ ആഹാരം വേണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ ജീവിക്കേണ്ടി വന്നാൽ എന്തൊക്കെയായിരിക്കും അവസ്ഥ? അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു സീരീസ് ആണിത്. പിന്നീട് പൂജയുടെ ജീവിതം എന്തായെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ നായികയായ പൂജയെ കാണിക്കുന്നു. പൂജയുടെ വിവാഹം നടക്കാൻ പോവുകയാണ്. വിവാഹ വേഷത്തിൽ നിൽക്കുന്ന പൂജ തന്നെ പരിചയപ്പെടുത്തും. ഹായ്, എന്റെ പേര് പൂജ, ഞാനൊരു ഫുഡിയാണ് എന്നാണ് അവളെ പറ്റി അവൾ പറഞ്ഞത്. ഇത്രയും ഫുഡിനെ ഒരുപാട് സ്നേഹിക്കുന്ന പൂജ ചെന്നപ്പെട്ടത് ഒരു വെജിറ്റേറിയൻ ഫാമിലിയില്. ആ ഒരു അപ്പാർട്ട്മെന്റ് ഫുള്ളും വെജിറ്റേറിയൻ ആണ്. അവിടെ ആരും നോൺ വെജ് കഴിക്കത്തേയില്ല. പൂജ താമസിക്കുന്ന ഫ്ളാറ്റിൽ അവളുടെ അമ്മായിയമ്മയും ഭർത്താവും അവളുമാണ് താമസം. അമ്മായിയമ്മയാണെങ്കിലോ തേൻ വരെ വെജിറ്റേറിയൻ ആണോ അതോ നോൺ വെജ് ആണോ എന്ന് അലക്സിയോട് ചോദിച്ചിട്ടാണ് അത് ഉപയോഗിക്കുന്നത് പോലും. അത്രയ്ക്കും പ്യുവർ വെജിറ്റേറിയൻ ആയ ഫാമിലി. ചെടിക്കൊക്കെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്ന പൂജയാണെങ്കിൽ ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടും. ചെന്ന് നോക്കിയപ്പോൾ അതൊരു ഡെലിവറി ബോയ് ആയിരുന്നു. അവനാണെങ്കിൽ ഫ്രഷ് ചിക്കനുമായിട്ട് നിൽക്കുകയാണ്. എന്നാൽ അത് കാണുന്ന പൂജ പറയുന്നത്, ഇവിടെ ആരും ചിക്കൻ ഓർഡർ ചെയ്തിട്ടില്ല, ഇതേ ഒരു വെജിറ്റേറിയൻ അപ്പാർട്ട്മെന്റാ, നിങ്ങൾ ഇവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് തന്നെ പൊയ്ക്കോ എന്ന് പറയും. എന്നാൽ അയാളാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുകയാണ്. കാരണം ആരാണ് ഓർഡർ ചെയ്തതെന്നോ എന്നൊന്നും അയാൾക്കറിയത്തില്ല. മിക്കവാറും പൂജ തന്നെയായിരിക്കും ഓർഡർ ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ അവിടേക്ക് അമ്മായിയമ്മ കടന്നു വരും. അമ്മായിയമ്മയാണെങ്കിൽ നോക്കുവാനായി ശ്രമിക്കുന്ന സമയത്ത് അവൾ മറന്നു നിൽക്കുമെങ്കിലും പെട്ടെന്ന് തന്നെ വാതിൽ പിടിച്ചു തുറന്ന് ഇതെന്താ എന്ന് അമ്മായിയമ്മ നോക്കുമ്പോൾ കാണുന്നത് ആ ഡെലിവറി ബോയുടെ കയ്യിൽ ചിക്കൻ ഇരിക്കുന്നത്. അത് കാണുന്ന അമ്മായിയമ്മ ഒരുപാട് ദേഷ്യപ്പെടും. എന്നിട്ട് അയാളെയും കൂട്ടി താഴെ സെക്യൂരിറ്റിക്ക് അടുത്ത് വന്നിട്ട്, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ദേ, വെജിറ്റേറിയൻ ആയിട്ടുള്ള അപ്പാർട്ട്മെന്റിലേക്ക് നോൺ വെജ് കൊണ്ടുവന്നിരിക്കുന്നു. ഇവനെയൊന്നും ചെക്ക് ചെയ്തിട്ടല്ലേ നീ കടത്തിവിട്ടത് എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ ഒരു ഡെലിവറി ബോയെ വഴക്ക് പറയുന്നു. അവരത് വലിയ വിഷയമാക്കി. അതെല്ലാം മാറി നിന്ന് കാണുകയായിരുന്നു പൂജ. പൂജ ഉടനെ തന്നെ തന്റെ കാറും എടുത്ത് ഒരു ന്യൂട്രീഷൻ അടുത്തേക്കാണ് പോകുന്നത്. എന്തെന്നാൽ പൂജയുടെ ഹെൽത്ത് നല്ല വീക്കായിരുന്നു. എന്നാൽ ആ ഒരു ഡോക്ടർ പറയുന്നത്, നീ ഇതുപോലെ ഗുളിക കഴിക്കാതെ ഡെയിലി ഒരു മുട്ട വെച്ച് കഴിക്കേ, അതാ നിന്റെ ആരോഗ്യത്തിന് നല്ലതെന്ന് പറയുമ്പോൾ പൂജ ഒന്ന് ചിന്തിക്കും. എന്തെന്നാൽ പൂജ ഇപ്പോൾ താമസിക്കുന്ന ഫാമിലി വെജിറ്റേറിയൻ ആണല്ലോ, അവിടെ എങ്ങനെ ഇപ്പോൾ മുട്ട കഴിക്കും? ആ ഒരു ടെൻഷനാണ് പൂജയ്ക്ക്. പൂജ എന്നാലും ടാബ്ലറ്റും വാങ്ങി അവിടെ നിന്ന് പോകുന്നു. അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്ന സമയത്ത് ലിഫ്റ്റ് വർക്കല്ലായിരുന്നു. ആയതിനാൽ അവൾക്ക് സ്റ്റെപ്പ് കയറേണ്ടി വന്നു. ഒരുപാട് സ്റ്റെപ്പ് കയറിയതിനാൽ അവൾ വല്ലാതെ കുഴങ്ങിപ്പോയി. അവൾക്കാണെങ്കിൽ ഒന്ന് നടക്കുവാനോ ഒന്നും പറ്റാതെ ആ സ്റ്റെപ്പിൽ തന്നെ അവൾ ഇരുന്ന് പോവുകയാണ്. അവളുടെ ഫ്ളാറ്റിലേക്ക് കയറി പോകാനാകാതെ അടുത്തുള്ള ഫ്രണ്ടിന്റെ ഫ്ളാറ്റിലേക്ക് അവൾ കയറി പോകും. എന്നിട്ട് ഫ്രണ്ടിനോട് എല്ലാ കാര്യവും തുറന്നു പറയുന്നു. അപ്പോൾ അവളുടെ ഫ്രണ്ട് പറയുന്നത്, നീ ഒരു കാര്യം ചെയ്, നിന്റെ ഭർത്താവായ രാജീവിനെ വിളിച്ചിട്ട് നീ കാര്യം പറ, ചിലപ്പോൾ നിന്റെ ആഗ്രഹം രാജീവ് സാധിച്ചു തന്നാലോ എന്ന് ചോദിക്കും. അങ്ങനെ രണ്ടും കൽപ്പിച്ച് പൂജ രാജീവിനെ വിളിക്കുന്നു. അപ്പോൾ രാജീവ് പറയുന്നത്, ഇന്നേ ഒരു സംഭവം ഉണ്ടായി. ദേ, ഇവിടെ എല്ലാവരും ചേർന്ന് ഫുഡ് ഓർഡർ ചെയ്തു. ഞാനാണെങ്കിൽ നോക്കുകയും കാണുകയും ചെയ്യാതെ ഫുഡ് അങ്ങ് ഓർഡർ ചെയ്തു. വെജിറ്റേറിയൻ ബിരിയാണിക്ക് അവൻ കൊണ്ടുവന്നതോ നോൺ വെജ്. നോക്കാതെ ഇപ്പോൾ കഴിച്ചിരുന്നെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ ആ ഒരു ഡെലിവറി ബോയെ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് കേട്ട പൂജയ്ക്ക് താൻ പറയുവാൻ വന്ന കാര്യം പറയണ്ട എന്ന് മനസ്സ് പറഞ്ഞതിനാൽ അവൾ കോള് കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം രാജീവിനോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. രാജീവിന്റെ സംസാരം കേട്ടപ്പോൾ അക്കാര്യം പൂജയ്ക്ക് മനസ്സിലായി. എന്നാൽ അതെല്ലാം കേട്ട കൂട്ടുകാരി പറയുന്നത്, ഈ ചെന്നൈയിൽ ഇല്ലാത്ത ഹോട്ടലുകളോ, നീ ആരും അറിയാതെ പോയി നിനക്ക് ആവശ്യമുള്ള ഫുഡ് കഴി, മുട്ട ചേർന്ന ഭക്ഷണമൊക്കെ നീ എല്ലാ ദിവസവും പോയി കഴിക്കേ, ആരറിയാൻ പോകുന്നു എന്ന് കൂട്ടുകാരി ഉപദേശിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം മുതൽ പൂജ എന്ത് ചെയ്യും? അവൾക്ക് ഇഷ്ടമുള്ള മുട്ട ചേർന്ന ഫുഡ് കഴിക്കുവാൻ വേണ്ടിയിട്ട് അവൾ റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. പൂജ ഓർഡർ ചെയ്ത മുട്ട ചേർന്ന ഫുഡ് അവളുടെ അടുത്തേക്ക് വരുന്ന സമയത്തായിരുന്നു അവളുടെ മൊബൈലിൽ ഭർത്താവായ രാജീവിന്റെ ഫോട്ടോ കാണുന്നതും. ഉടനെ തന്നെ അവൾ അവിടെ നിന്ന് പേടിച്ച് എഴുന്നേറ്റ് ഓടിപ്പോവുകയാണ് ചെയ്തത്. അന്നേ ദിവസവും അവൾക്ക് ആഗ്രഹിച്ചതുപോലെ മുട്ട ചേർന്ന ഫുഡ് കഴിക്കാനേ പറ്റിയില്ല. അടുത്ത ദിവസവും വീണ്ടും അവൾ റെസ്റ്റോറന്റിലേക്ക് വരുന്നു. അവിടെ വെച്ചും അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അവൾ ഓർഡർ ചെയ്തു. എന്നാൽ അവളുടെ മുന്നിലത്തെ ടേബിൾ
ടേബിളിലിരുന്ന കുറച്ച് പിള്ളേരാണെങ്കിൽ സെൽഫി എടുക്കുന്നത് അവൾ കാണുന്നു. അവൾക്കാണെങ്കിൽ വല്ലാതെ പേടിയാകുവാനായി തുടങ്ങി. അയ്യോ, ദേ അവർ സെൽഫി എടുക്കുന്നു. ഇനി ആ ഒരു സെൽഫിയിലെങ്ങാനും ഞാൻ വരണം, എന്റെ ഭർത്താവ് സോഷ്യൽ മീഡിയ വഴി കാണണം, എന്റെ മുന്നിൽ മുട്ട ചേർന്ന് ഫുഡിരിക്കുന്നത് കണ്ടാൽ ആകെ പ്രശ്നമാകുമല്ലോ എന്ന് ചിന്തിച്ച് അവൾ അത് കഴിക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും അടുത്ത ദിവസവും അവൾ റെസ്റ്റോറന്റിൽ വന്നു. അവൾ ആഗ്രഹിച്ച മുട്ട ചേർന്ന ഫുഡ് ഓർഡർ ചെയ്തു. അങ്ങനെ അവൾ ആ ഒരു ഫുഡ് ഓരോ പീസായി എടുത്ത് കഴിക്കുവാനായും തുടങ്ങി. അവൾക്ക് ആ ഒരു ഫീലിങ്സ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം നല്ല ആഹാരം കഴിക്കുന്നൊരു ഫീൽ. എന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞൊരു പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പിന്നെ അമ്മ വീട്ടിൽ വരുമല്ലോ, അപ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷവും സമാധാനവും ഒക്കെയായിരുന്നു അവൾക്ക് ആ ഒരു ഫുഡ് കഴിച്ചപ്പോൾ കിട്ടിയത്. എന്നാൽ ഉടനെ തന്നെ പിറകിലിരുന്ന് ആരോ രാജീവ് എന്ന് വിളിക്കുന്നത് പൂജ കേൾക്കുന്നു. രാജീവ് എന്ന പേര് കേട്ടതും അയ്യോ, അതെന്റെ ഭർത്താവായിരിക്കുമോ, എങ്കിൽ ആകെ കുഴഞ്ഞല്ലോ എന്ന് ചിന്തിച്ച പൂജയാണെങ്കിൽ ആരും അറിയാത്ത രീതിയിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് മറ്റേതോ രാജീവായിരുന്നു. പൂജയ്ക്കാണെങ്കിൽ പിന്നീട് ആ ഫുഡ് കഴിക്കുവാനുള്ള സമാധാനവും നഷ്ടമായി. അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത്. അന്നേ ദിവസം തന്നെ അവളുടെ ഭർത്താവും അമ്മായിയമ്മയും അവളും എല്ലാം ഇരുന്ന് ഫുഡ് കഴിക്കുകയായിരുന്നു. അതും അവൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത വെജിറ്റേറിയൻ ഫുഡ്. അപ്പോൾ അമ്മായിയമ്മ പറയുന്നുണ്ട്, നാളെ എനിക്ക് കുക്കിംഗ് ക്ലാസ് ഉണ്ട്. അത് കേട്ട് രാജീവ് പറയും, ഞാനെങ്കിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാം. അതിന് അമ്മായിയമ്മ സമ്മതിക്കുകയും ചെയ്തു. എന്നിട്ട് അവർ രണ്ടുപേരും ഫുഡ് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകും. അവരാണെങ്കിൽ പൂജയുടെ കാര്യം ഒന്ന് ചിന്തിക്കുന്നത് പോലുമില്ല. അവൾക്കിനിയും ഫുഡ് വേണമെന്നോ അങ്ങനെ പോലും അവർ ചിന്തിക്കുന്നില്ല. പൂജയ്ക്കാണെങ്കിൽ കഴിച്ച ആഹാരത്തെ കൂടാതെ വീണ്ടും അവൾക്ക് വിശപ്പുണ്ടാകുന്നു. അവൾ വല്ലതും കഴിക്കാമെന്ന് കരുതി അവിടുത്തെ പാത്രമാകെ തുറന്നു നോക്കുമ്പോൾ അതിലൊരു ഫുഡും ബാക്കിയില്ല. എന്തെന്നാൽ ഈ അമ്മായിയമ്മയാണെങ്കിൽ ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കൂ. എന്ന് വെച്ചാൽ 3 പേരല്ലേ ഉള്ളൂ. 3 പേർക്കും അവർക്കൊരു ഊഹം കാണും ഒരാൾ ഇത്ര കഴിക്കുമെന്ന്. അങ്ങനെ അവരുടെ ഇഷ്ടത്തിനാണ് അവർ ഫുഡ് ഉണ്ടാക്കുന്നത്. പൂജയ്ക്ക് കുറച്ചുകൂടി ആഹാരം കഴിക്കണമെന്നുണ്ട്, പക്ഷെ അതിനൊരു വഴിയുമില്ലല്ലോ. എന്നാൽ അവളാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സ്പൂണിലൊക്കെ ഉണ്ടായിരുന്നത് വഴിച്ച് കഴിച്ചതിന് ശേഷമാണ് റൂമിലേക്ക് പോകുന്നതും. അടുത്ത ദിവസം തന്നെ പൂജ തന്റെ ഹസ്ബൻഡായ രാജീവിനോട് ന്യൂട്രീഷനെ കാണാൻ പോയ കാര്യമില്ല പറയുവാനായി ചെല്ലും. അതേസമയം തന്നെ അവരുടെ ഭിത്തിയിലാണെങ്കിൽ ഡയറ്റ് പ്ലാൻ വെച്ചിരിക്കുന്നത് അവൾ കാണുന്നുണ്ട്. എന്തെന്നാൽ ഓരോ ദിവസവും എന്തെല്ലാം കഴിക്കണം, ഏതൊക്കെ സമയത്തായിരിക്കണം ഫുഡ് കഴിക്കേണ്ടത്, അതും വെജിറ്റേറിയൻ ഫുഡിനെ പറ്റിയുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആയിരുന്നു അത്. എന്നാൽ പൂജയാണെങ്കിൽ രാജീവിനോട് കാര്യം പറയും. ഞാൻ ഡോക്ടറിനെ കാണാനായി പോയിരുന്നു, എന്റെ ഹെൽത്ത് നല്ല വീക്കാണെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ അതിനൊരു പരിഹാരമുണ്ട്, ഡെയിലി ഒരു മുട്ട വെച്ച് കഴിക്കാൻ ഡോക്ടർ പറഞ്ഞ കാര്യവും പൂജ രാജീവിനോട് പറഞ്ഞു. അത് കേട്ട് രാജീവ് ചോദിക്കുന്നത്, അതെന്ത് അസുഖമാ, മുട്ട കഴിച്ചാൽ മാത്രം മാറുന്ന അസുഖം? വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന നമ്മൾക്ക് മുട്ട കഴിച്ചാൽ മാറുന്ന രോഗമെന്നോ? നിന്റെ അസുഖത്തിന് ആയുർവേദത്തിൽ നല്ല മരുന്നുണ്ട്. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? നിന്റെ അസുഖം മാറണം, അതല്ലേ? നീ എന്നോടൊപ്പം വായെന്ന് പറഞ്ഞ് അവളെയും കൂട്ടി ഒരു ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോകും. അവിടുത്തെ ആ ഒരു കഷായം കൊടുക്കുന്ന ആൾ പറഞ്ഞത്, എന്ത് അസുഖമായാലും ദേ എന്റെ ഈ കഷായം കുടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പമ്പ കിടക്കുമെന്നായിരുന്നു. അങ്ങനെ അയാൾ ഒരു കയ്പൻ കഷായം പൂജയ്ക്ക് കൊടുത്തു. പൂജയ്ക്ക് അതിന്റെ ഒരു തുള്ളി പോലും കുടിക്കുവാനായി പറ്റുന്നില്ല. എന്നാൽ രാജീവ് അന്നത്തെ ദിവസത്തേക്കുള്ളത് അവളെ കൊണ്ട് കഴിപ്പിച്ചിട്ടാണ് അവൻ ഡ്യൂട്ടിക്ക് പോകുന്നതും. ഉടനെ തന്നെ അതൊന്ന് സഹിക്കാനാകാത്ത പൂജയാണെങ്കിൽ ആ ഒരു കഷായവും എടുത്ത് തന്റെ കൂട്ടുകാരിക്ക് അടുത്തേക്ക് വന്നു. ദേ നീ ഇത് കുടിച്ചു നോക്കിയെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് കുടിപ്പിക്കും. കൂട്ടുകാരിക്കും അതൊന്ന് വായിൽ വെക്കുവാൻ പോലും പറ്റിയില്ല, അത്രയ്ക്ക് കയ്പായിരുന്നു. അപ്പോൾ പൂജ ഒരു കാര്യം ചിന്തിക്കും, ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്റെ കാര്യത്തിൽ ഞാൻ തന്നെ എന്തെങ്കിലും തീരുമാനമെടുക്കണമെന്ന് ചിന്തിച്ച് അവൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. എന്നിട്ട് ഒരു ബണ്ടിൽ മുട്ട തന്നെ അവൾ വാങ്ങുകയാണ്. മുട്ട കയ്യിലെടുത്ത് വെച്ചതിന് ശേഷം ഒരു കാര്യം ചിന്തിക്കും, ഫുഡ് കാരണം അവൾ അനുഭവിച്ച ചില മാനസിക പ്രശ്നങ്ങൾ. ആദ്യം കാണിക്കുന്നത് വിവാഹ ദിവസമായിരുന്നു. വിവാഹ ദിവസം അവളും രാജീവും ഫുഡ് കഴിക്കുവാനായിരുന്നു. പൂജയാണെങ്കിൽ ആദ്യം എന്തോ ഒരു കറിയാണെങ്കിൽ തൊട്ടു നക്കുവാനായി പോകും. അത് കാണുന്ന രാജീവ്, അതെന്തിനാ കഴിക്കുന്നത്, അതല്ല ആദ്യം കഴിക്കേണ്ടത്, ദേ ഇതാണെന്ന് പറഞ്ഞ് അവൻ ഇഷ്ടമുള്ള മറ്റൊരു കറിയാണ് കാണിച്ചു കൊടുക്കുന്നത്. അത് കാണുന്നത് പൂജയ്ക്ക് എന്തോ പോലെ തോന്നുന്നു. കാര്യം അവൾക്ക് ഇഷ്ടമുള്ളത് അവളുടെ അടുത്തിരുന്നിട്ട് പോലും അത് കഴിക്കുവാനുള്ള അവസരം അവൾക്ക് കിട്ടുന്നതേയില്ല. പിന്നീട് വേറൊരു ദിവസം ഇവർ രണ്ടുപേരും പുറത്തേക്ക് പോവുകയായിരുന്നു. അപ്പോൾ വഴിയിൽ പാനിപൂരി വിൽക്കുന്നവരെ കാണും. പൂജ രാജീവിനോട് തനിക്ക് പാനിപൂരി വേണമെന്ന് പറഞ്ഞു. എന്നാൽ രാജീവ് പറയുന്നത്, ഈ വഴിയിലിട്ട് വിൽക്കുന്നവരുടെ കയ്യിൽ നിന്നും പാനിപൂരി വാങ്ങി കഴിക്കുന്നത് നല്ലതല്ല, അതൊക്കെ വെറും വൃത്തിയില്ലാത്തതാണെന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് കയറി. എന്നിട്ട് അവിടെ നിന്ന് പാനിപൂരി വാങ്ങിക്കൊടുത്തു. എന്നാലും അത് കഴിക്കുമ്പോഴും പൂജയുടെ കണ്ണ് പുറത്ത് പാനിപൂരി വിൽക്കുന്നവരിലായിരുന്നു. അതുപോലെ മറ്റൊരു സംഭവം എന്തെന്നാൽ പൂജയുടെയും രാജീവിന്റെയും വെഡിങ് ആനിവേഴ്സറി ദിവസം അത് നന്നായിട്ട് അവർ ആഘോഷിക്കുകയായിരുന്നു. അവിടെ
വരുന്ന ഗസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് അവർ ഒരുപാട് ഫുഡും റെഡിയാക്കിയിരുന്നു. പൂരിയായിരുന്നു കഴിക്കുവാനായി ഉണ്ടായിരുന്നത്. എന്നാൽ പൂരി തീർന്നിരിക്കുന്നു. അത് തിരക്കുവാനായി എത്തുകയാണ് രാജീവ്. ഒരാൾക്ക് 3 പൂരി വീതമല്ലേ നമ്മൾ ഏർപ്പാടാക്കിയിരുന്നത്, എന്നാൽ ഇത് എങ്ങനെയാ ഇത്ര പെട്ടെന്ന് പൂരി തീർന്നു പോയത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ നിൽക്കുകയായിരുന്ന പയ്യൻ, ദേ ആ മാഡം 7 പൂരി എടുത്തു എന്ന് പറയും. അത് മറ്റാരുമല്ല, പൂജയെ ചൂണ്ടിക്കാണിച്ചാണ് പറഞ്ഞത്. അല്ല, ഈ രാജീവൊക്കെ പറഞ്ഞില്ലേ ഒരാൾക്ക് 3 പൂരി വീതമെന്ന്? അങ്ങനെയൊക്കെ എവിടെയെങ്കിലും കണക്ക് കൂട്ടിയ ആൾക്കാർക്ക് വിളമ്പുമോ? അങ്ങനെ ഒരാൾ ഇത്രയേ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ എങ്ങനെയെങ്കിലും കണക്കാക്കി വിളമ്പുമോ ആവോ? എന്തായാലും രാജീവൊക്കെ അങ്ങനെയാ. രാജീവ് നേരെ പൂജയുടെ അടുത്തെത്തിയിട്ട്, പൂജ നീ 7 പൂരി കഴിച്ചുവല്ലേ, ഒരാൾക്ക് 3 വീതമാണ് നമ്മൾ കണക്കാക്കിയിരുന്നത് എന്നൊക്കെ പറയുന്നു. പൂജയ്ക്ക് അത് കേട്ടതും സങ്കടമായി. കാരണം എന്തെന്നാൽ അവളോടൊപ്പം മറ്റൊരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ വെച്ച് പൂജ കഴിച്ചതിനെ കണക്ക് പറഞ്ഞതുപോലെ ആയില്ലേ? ഇപ്പോൾ നമുക്കായാലും അത് വിഷമം വരത്തില്ലേ? അല്ല, ഒറ്റയ്ക്ക് മാറ്റി നിർത്തി ചോദിച്ചാലും അതൊരു സങ്കടം തന്നെയാണല്ലോ. പൂജയ്ക്കും അതുപോലെ ആ ഒരു സങ്കടം താങ്ങാനായില്ല. അവൾ കഴിച്ചുകൊണ്ടിരുന്നത് വേസ്റ്റ് ബിന്നിൽ കളഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതെല്ലാം പൂജ ചിന്തിക്കുകയാണ്. ഇതൊക്കെയാണ് ആഹാരം കാരണം അവൾ അനുഭവിച്ച മാനസിക വിഷമങ്ങൾ. അങ്ങനെ പൂജ മുട്ടയും വാങ്ങി ഫ്ളാറ്റിലേക്ക് എത്തി. ആരും അറിയാതെ ഓരോ സ്ഥലത്തായി അവൾ മുട്ട ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് വീട്ടിൽ ആരുമില്ലാത്ത തക്കം നോക്കി മുട്ട ഉപയോഗിച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി അവൾ കഴിച്ചു. അവളുടെ ഹെൽത്ത് പതിയെ പതിയെ ഇംപ്രൂവ് ആയി വരുവാനായി തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അസോസിയേഷൻ മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിംഗിൽ അതിന്റെ ഹെഡ് ആണെങ്കിൽ ഒരു കവറിൽ നിറയെ മുട്ടത്തോട് കൊണ്ടുവച്ചിരിക്കുന്നു. അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകുമല്ലോ ആരെ ഉദ്ദേശിച്ചായിരിക്കാം ഈ മീറ്റിംഗ് നടക്കാൻ പോകുന്നതെന്ന്. പറഞ്ഞത് സത്യം തന്നെയായിരുന്നു. പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. മുട്ടത്തോട് കണ്ടതും പൂജ വല്ലാതെ വിയർക്കുവാനായും വെപ്രാളപ്പെടുവാനായും തുടങ്ങി. എന്നിട്ട് ആ ഒരു ഹെഡ് പറയുന്നത്, നമ്മുടെ ഈ ഒരു അപ്പാർട്ട്മെന്റ് വെജിറ്റേറിയൻ ഫാമിലിക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവിടെ എല്ലാവരും താമസമായത്. നമ്മുടെ ഈ അപ്പാർട്ട്മെന്റ് കുറെ നാളുകളായി ഫോളോ ചെയ്യുന്ന ഒരു റൂളുണ്ട്. അതിവിടെ ആരും തെറ്റിക്കരുത്. ഇവിടെ ഈ ഒരു മുട്ട വാങ്ങി കഴിച്ചിരിക്കുന്നത് ആരാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അത് ഞാൻ ആരെന്ന് പുറത്ത് പറയുന്നില്ല. ഇനി ഈ ഒരു കാര്യം ഇവിടെ ആവർത്തിക്കരുത്. നമ്മുടെ അപ്പാർട്ട്മെന്റിലെ റൂൾസ് ഒക്കെ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ അയാൾ പറയുന്നു. അയാൾ ഉദ്ദേശിച്ചത് പൂജയെ തന്നെയായിരുന്നു. പൂജയുടെ ഭർത്താവായ രാജീവിനും അയാൾ ഉദ്ദേശിച്ചത് പൂജയാണെന്ന് മനസ്സിലായി. അതെങ്ങനെയെന്നാൽ പൂജയുടെ ഭാവവ്യത്യാസവും അവളുടെ വെപ്രാളവും ഒക്കെ കണ്ടപ്പോൾ പൂജയാണ് ഇതിന് പിന്നിലെന്ന് ഭർത്താവിന് മനസ്സിലായി. ഫ്ളാറ്റിലേക്ക് എത്തിയ രാജീവാണെങ്കിൽ പൂജയോട്, നീയാണോ മുട്ട വാങ്ങി കഴിച്ചത്? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ ചോദിക്കുമ്പോൾ പൂജയാണെങ്കിൽ ആദ്യം സമ്മതിച്ചു കൊടുക്കത്തില്ല. എന്നാൽ രാജീവ് വീണ്ടും വഴക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ പൂജ പറയും, അതെ ഞാൻ തന്നെയാ കഴിച്ചത്. എന്തിനു വേണ്ടിയെന്നാൽ എന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ എന്റെ പാത്രത്തിൽ എന്തൊക്കെ ഫുഡ് കാണണമെന്നുള്ളത് എന്റെ ആഗ്രഹമാ. അതിനു പോലുമുള്ള ഫ്രീഡം എനിക്ക് ഇവിടെ ഇല്ലേ എന്നൊക്കെ പൂജ ചോദിക്കുന്ന സമയത്ത് രാജീവ് പറയുന്നുണ്ട്, നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് നിനക്കറിയാമല്ലോ. ആ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞ് നീയും ആ ഒരു റൂൾ ഫോളോ ചെയ്യും എന്ന് പറഞ്ഞിട്ടില്ലേ നമ്മൾ രണ്ടുപേരും വിവാഹം കഴിച്ചത്? എന്നിട്ട് ഇപ്പോൾ എന്താ നിന്റെ ഇഷ്ടത്തിന് നീ ചെയ്യുന്നത്? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നീ മുൻപ് പറഞ്ഞിരുന്നത് എന്നൊക്കെ രാജീവ് ചോദിച്ചിട്ട് രാജീവ് ഒരു കാര്യം കൂടി പറയും, ഇനി ഇവിടെ മുട്ട കഴിക്കാൻ പാടില്ല. നിന്റെ കൈവശമുള്ള എല്ലാ മുട്ടയും നീ ഇന്ന് വൈകിട്ടിനകം കൊണ്ടുവന്ന് വേസ്റ്റ് ബിന്നിൽ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. പൂജ വേറെ നിവർത്തിയില്ലാതെ അതുപോലെ തന്നെ ചെയ്തു. അവളുടെ കൈവശമുണ്ടായിരുന്ന ബാക്കി മുട്ടയെല്ലാം സങ്കടത്തോടെ അവൾ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് ഫ്ളാറ്റിലേക്ക് പോകും. അടുത്ത ദിവസം ജിമ്മിലേക്ക് എത്തി പൂജയ്ക്കാണെങ്കിൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാനേ പറ്റുന്നില്ല. കാരണം മുട്ടയൊന്നും കഴിക്കാനാകാതെ അവൾ വല്ലാതെ ക്ഷീണിച്ചിരുന്നു. ശരീരം എത്രമാത്രം അവൾക്ക് വീക്കാകുന്നോ അതുപോലെ തന്നെ അവളുടെ മനസ്സ് വീക്കായിക്കൊണ്ടേയിരുന്നു. ഇഷ്ടപ്പെട്ട രീതിയിൽ ആഹാരം പോലും കഴിക്കാനാകാതെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു പൂജ. പൂജയുടെ കൂട്ടുകാരി അവളെ ഫോൺ വിളിച്ചിട്ട്, പൂജ ഞാൻ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി പോവുകയാണ്. നീ എന്തായാലും വരണം. നീ എന്തായാലും അതിൽ പങ്കെടുക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയെങ്കിലും നീ വരണം. ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തരാം. നിന്റെ ഹസ്ബൻഡിന്റെ ഓഫീസിനടുത്താണെന്നും പറയുന്നു. അങ്ങനെ പൂജ തന്റെ കൂട്ടുകാരിയെ സപ്പോർട്ട് ചെയ്യുവാനായി പോകുവാനായും തീരുമാനിച്ചു. അടുത്ത ദിവസമായിരുന്നു ആ ഒരു പ്രോഗ്രാം. അങ്ങനെ പൂജയാണെങ്കിൽ പ്രോഗ്രാമിന് പോകുവാനായും റെഡിയായി. അവൾ കയ്യിലുള്ള വിവാഹമോതിരം ഊരിയിട്ട് എന്തൊക്കെയോ ചിന്തിച്ചിട്ട് ആ മോതിരം അവിടെ വെച്ചിട്ട് പുറത്തേക്ക് നടന്നു വരും. അപ്പോൾ അവിടുത്തെ ഹാളിലുണ്ടായിരുന്ന ഡയറ്റ് പ്ലാൻ അവൾ കാണുകയാണ്. അതും ഊരി തറയിലേക്ക് എറിഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. മറ്റൊരു വശത്ത് രാജീവിന്റെ ഓഫീസാണ് കാണിക്കുന്നത്. രാജീവിനടുത്തേക്ക് ഒരാൾ ഓടി വന്നിട്ട് എന്തോ ഒരു കാര്യം പറയും. രാജീവ് അത് കേട്ട് ഷോക്കായി. എന്നിട്ട് അവിടെ നിന്ന് രാജീവ് നേരെ പോകുന്നത് ആ ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്കായിരുന്നു. അവിടെ നിറയെ ഫുഡ് സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു. രാജീവ് അതെല്ലാം നോക്കി അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് പേർ കൂടി നിൽക്കുകയാണ്.
ആൾക്കൂട്ടത്തിനിടയിലൂടെ രാജീവ് കയറി ചെന്നപ്പോൾ കണ്ടത് പൂജയായിരുന്നു. അവിടെ ഒരു ഫുഡ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. അതിൽ പൂജയെ കൂടാതെ രണ്ടുപേരും കൂടി പങ്കെടുക്കുന്നുണ്ട്. അവളുടെ കൺമുന്നിൽ ഒരുപാട് നോൺ വെജ് ഐറ്റം ഒക്കെ ഉണ്ട്. അവൾ അതെല്ലാം വാരി വാരി കഴിക്കുകയാണ്. സന്തോഷത്തോടു കൂടിയാണ് അവൾ കഴിക്കുന്നതും. കൂട്ടുകാരിയോടൊപ്പം ഒരു ഫുഡ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു പൂജ. എന്നിട്ട് അവിടെ വെച്ച് അവളിപ്പോൾ ഒരു ഫുഡ് കോമ്പറ്റീഷനും പങ്കെടുത്തിരിക്കുകയാണ്. രാജീവിനെ കണ്ടതും ഒരു പുഞ്ചിരിയോടെ രാജീവിനെ നോക്കുന്നു. എന്നിട്ടവൾ അവൾക്ക് ഇഷ്ടമുള്ള ആഹാരമെല്ലാം ആർത്തിയോടെ കഴിക്കുകയാണ്. അവളുടെ മുഖത്ത് യാതൊരുവിധ കുറ്റബോധമോ വിഷമമോ ഒന്നും തന്നെയില്ല. അതെല്ലാം കണ്ട് രാജീവാണെങ്കിൽ അവിടെ നിന്നും ഒന്നും മിണ്ടാതെ പോകുന്നു. പൂജ വിവാഹമോതിരം ഊരി വെച്ചത് എന്തിനെന്നാൽ അവൾ രാജീവുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കുവാനായി തീരുമാനിച്ചാണ് അവൾ അങ്ങനെ ചെയ്തത്. ഇനിയെങ്കിലും പൂജയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവൾക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിച്ച് സ്വാതന്ത്ര്യത്തോടെ അവൾ ജീവിക്കുവാനായി ആരംഭിക്കുകയാണ്. നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടില് എത്ര നല്ല സൗകര്യമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള ആഹാരം നമുക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മളെ എന്തുമാത്രം ബാധിക്കും എന്നുള്ളത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.